ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ കഴിച്ചിട്ടില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറച്ച് റവ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയുമാണ്. വെജിറ്റേറിയൻസിന് വേണമെങ്കിൽ ആ ഒരു രീതി വെജിറ്റബിൾസ് മാത്രം ചേർത്ത് ഉണ്ടാക്കിയെടുക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുറച്ച് ചിക്കനോ മുട്ടയൊക്കെ ചിക്കി ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ടേസ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചിട്ട് റവ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കും. വറുത്ത റവ വാങ്ങിക്കാൻ കിട്ടിയാലും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പം അത് നല്ല ടേസ്റ്റ്, ചെറുതായിട്ട് കളറൊക്കെ മാറി നല്ല സ്മെല്ലൊക്കെ വരുന്ന ആ ഒരു പരുവത്തിൽ അതെടുത്ത് മാറ്റുക. അതിനുശേഷം കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി, കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. പക്ഷേ ഞാനിപ്പം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഇട്ടിട്ട് കുറച്ച് ബീൻസ് സ്ലൈസ് ചെയ്ത് ചേർക്കുക. നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ബ്രോക്കോളി ഇല്ലെങ്കിൽ നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. അതിനുശേഷം ക്യാരറ്റ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. അത്രയും ചേർക്കുക. ഒന്ന് വഴറ്റുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പം ഫ്രഷ് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ഉപ്പ് തൂവി കൊടുക്കുക. എന്നിട്ട് ഇത്രയും ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേക്കിനും എടുത്ത് മാറ്റുക. സോട്ട് ചെയ്തിട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് 2 മുട്ട എടുക്കാം. ഈ മുട്ടയിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത്, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുക. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ചിക്കി എടുക്കുക. മുട്ട ഓപ്ഷനിലാണ്. മുട്ട വേണ്ടിയവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർക്ക് വെജിറ്റബിൾസ് വെച്ചിട്ട് മാത്രം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. കടുക് ചേർക്കുക. കറിവേപ്പില ചേർക്കുക. കടുക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഒരു ചെറിയ സവാള നുറുക്കിയത്, സവാളയ്ക്ക് വരെ മഞ്ചേറ് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്താലും മതി ചെറുതായിട്ട്. അതാണ് ടേസ്റ്റ് കൂടുതൽ വരുന്നത്. പച്ചമുളക് ചേർക്കുക. ഇഞ്ചി ചേർക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെജിറ്റബിൾസിലൊക്കെ ഉള്ള ആ ഒരു വിഷാംശമൊക്കെ മാറി കിട്ടുമല്ലോ. അപ്പം അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വെള്ളം ഇത്തിരിയൂടെ സാധാരണ നിങ്ങൾ ചേർക്കുന്നില്ലേ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നൂഡിൽസ് മസാലയിൽ ഒരു സാഷെ പൊട്ടിച്ചിടുക. അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് അത്രയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സാഷെ മാത്രം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നമ്മൾ വെജിറ്റബിൾസ് ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ സോട്ട് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അത് കുറച്ചിട്ട് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെജിറ്റബിൾസ് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യുള്ളൂ. അതിനുശേഷം റവ ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. വെള്ളം എല്ലാ ഭാഗത്തും എത്തത്തില്ല. അത് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ.
എന്നിട്ട് നന്നായിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ചിക്കി എടുക്കുക. എല്ലാ ഭാഗത്തും വെള്ളമാകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം 5 മിനിറ്റത്തേക്ക് മൂടി വെക്കാം. ആ റവ ഒന്നുകൂടെ നന്നായിട്ട് കുക്കാകും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയ്ക്ക് പകരം ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് നമ്മൾ നൂഡിൽസിനും ഫ്രൈഡ് റൈസിനും ഒക്കെ എടുക്കുന്ന പോലെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറിയ പീസസ് ആയിട്ട് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളിത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടാക്കണ പല രീതി കളറുള്ള ക്യാപ്സിക്കം, മഷ്റൂം ഇഷ്ടമുള്ളവർക്ക് അതെ, ഫ്രഷ് ഗ്രീൻ പീസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് ഒക്കെയാണ് അതൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആക്കി ഇതെടുക്കാനായിട്ട് സാധിക്കും. നല്ല കളർഫുള്ള്, നല്ല ടേസ്റ്റിയുമാണ്. അന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഫോർ ബ്രെയിൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.